ഹായ് വ്യൂവേഴ്സ്, നമ്മൾ ഇന്ന് PSC ബേസ്ഡ് മാത്തമാറ്റിക്സിലെ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ടാണ് മുന്നോട്ട് വരുന്നത്. ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഈസി ആയിട്ട് ഷോർട്ട് ട്രിക്കിലൂടെ എങ്ങനെ പഠിക്കാമെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിനു മുന്നേ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഫ്രണ്ട്സ്, ആവറേജ് എന്ന് പറഞ്ഞാൽ ശരാശരി. എങ്ങനെ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കും? ആവറേജ് ഈസ് ഈക്വൽ ടു സം ബൈ നമ്പർ. എന്താണ് ആവറേജിന്റെ കൺസെപ്റ്റ് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതായത് സമ്മിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്രയാണോ നമ്പേഴ്സ് ഉള്ളത് അതിന് കംപ്ലീറ്റ് കൂട്ടണം. കൂട്ടിയതിനു ശേഷം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കുറച്ച് നമ്പേഴ്സ് തരാണെങ്കിൽ 1, 2, 3, 4, 5 ഈ നമ്പറിന്റെ ആവറേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 1 + 2 + 3 + 4 + 5 divided by 5. എങ്ങനെ? 1 + 2 3, 3 + 3 6, 6 + 4 10, 10 + 5 15 divided by 5. 15 എത്ര 5 ഉണ്ട്? yes, 3 times. ഓക്കെ, ആവറേജ് 3 എന്ന് കിട്ടുന്നു. അപ്പൊ ഇതിന്റെ ശരാശരി 3 ആണ്. ഈ മെത്തേഡ് വലിയ നമ്പേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയൂല, കാരണം സമയം ഉണ്ടാവില്ല നമുക്ക്. അപ്പൊ സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഷോർട്ട് ട്രിക്കുകളാണ് നിങ്ങളോട് പറയുന്നത്. എങ്ങനെയാണ് ഷോർട്ട് ട്രിക്ക് മുഖേന ഈ ആവറേജ് കണ്ടുപിടിക്കുക? യഥാർത്ഥത്തിൽ ഇതിന്റെ കൺസെപ്റ്റ് ഈ രൂപത്തിലാണ് പോകുന്നത്, പക്ഷെ നമുക്ക് സമയം, അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഷോർട്ട് ട്രിക്ക് ആണ് പറയുന്നത്. ഫസ്റ്റ് ഞാൻ പറയുന്നു, ഇവിടെ നമ്മൾ ഒരു ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, ഇതിന്റെ ആവറേജ് കാണാൻ 3 ഷോർട്ട് ട്രിക്ക് ആണ് പറഞ്ഞത്. ഓഡ് നമ്പേഴ്സിന് ഒരു ട്രിക്ക് ഉണ്ട്, ഈവൻ നമ്പറിന് ഒരു ട്രിക്ക് ഉണ്ട്, നാച്ചുറൽ നമ്പറിന് ഒരു ട്രിക്ക് ഉണ്ട്. എന്താണ് ഓഡ് നമ്പർ? ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ. ഈവൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ട സംഖ്യ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യ. അപ്പൊ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആവറേജ് ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് എന്ത് കിട്ടുന്നുണ്ട്? ആവറേജ് ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും നമ്മൾ നോക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടാവേണ്ടി 25 ഓഡ് നമ്പേഴ്സിന്റെ ഫസ്റ്റ് നിന്ന് തുടങ്ങുന്ന 25 ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് എന്താണ്? ആവറേജ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഫസ്റ്റ് 25 ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം 1, 3, 5 ഓഡ് നമ്പർ. ഒറ്റ സംഖ്യകൾ 1 മുതൽ തുടങ്ങുന്ന ഒറ്റ സംഖ്യകളിൽ 25 ഒറ്റ സംഖ്യകളുടെ ആവറേജ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ടെൻഷനും വേണ്ട, ഈസി ആയിട്ട് നമുക്ക് ആൻസർ എത്താം. ആൻസർ ഈസ് ഈക്വൽ ടു 25. എത്രയാണോ ചോദിച്ചത് അത് തന്നെയാണ് ആൻസർ, വേറെ ഒന്നും നമ്മൾ നോക്കണ്ട. ഇപ്പൊ 25 ഒറ്റ സംഖ്യ, ഫസ്റ്റ് മുതൽ തുടങ്ങുന്ന 1 മുതൽ തുടങ്ങുന്ന 25 ഒറ്റ സംഖ്യകളുടെ ആവറേജ് ശരാശരി എന്ന് ചോദിച്ചാൽ 25. ഓക്കെ, ഇനി 50 ഒറ്റ സംഖ്യകളുടെ ശരാശരി ചോദിച്ചാലോ? 1 മുതൽ തുടങ്ങുന്ന 50 ഒറ്റ സംഖ്യകളുടെ ശരാശരി ചോദിച്ചാലോ? വെരി ഈസി. എന്താ ആൻസർ? 50 തന്നെ ആൻസർ. 100 ഒറ്റ സംഖ്യകളുടെ ചോദിച്ചാലോ? 100 ആൻസർ. അപ്പൊ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം, 1 മുതൽ തുടങ്ങുന്ന n ഒറ്റ സംഖ്യകളുടെ ആവറേജ് n എന്ന് തന്നെയാണ് വരിക. അപ്പോൾ ആവറേജ് ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ഈസ് n. ഇത് നമ്മൾ ഓർത്തു വെക്കണം. അപ്പൊ ഏത് നമ്പറിന് എക്സാമിന് വന്നാലും നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, 100 ഒറ്റ സംഖ്യകളുടെ ആവറേജ് കണ്ടാൽ 100, 200 ഒറ്റ സംഖ്യ, 1 മുതൽ തുടങ്ങുന്ന 200 ഒറ്റ സംഖ്യകളുടെ ആവറേജ് ചോദിച്ചാൽ 200. അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഫസ്റ്റ് പറയുന്ന ഷോർട്ട്. ഇനി സെക്കൻഡ് ഷോർട്ട് ട്രിക്ക് ആയിട്ട് പറയുന്നത്, ഇതിപ്പോ ഒറ്റ സംഖ്യയാണല്ലോ, ഒറ്റ സംഖ്യകൾക്ക് പകരം ഇരട്ട സംഖ്യ വന്നാലോ? ഇരട്ട സംഖ്യ വരുമ്പോൾ ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇരട്ട സംഖ്യ 2 എന്നല്ല പറഞ്ഞ. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 2ന്റെ ഗുണിതങ്ങളെയാണല്ലോ ഇരട്ട സംഖ്യ എന്ന് പറയാം, മൾട്ടിപ്പിൾസ് ഓഫ് 2. ഓക്കെ, അപ്പൊ 2 + 4 + ഇങ്ങനെ വരുന്ന ഒരു 50 ഇരട്ട സംഖ്യകളുടെ ആവറേജ് എന്താന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ ഉണ്ടാവുക? 50 ഇരട്ട സംഖ്യ. നമുക്ക് പ്രയാസം ഉണ്ടാവുമോ? അത് നമ്മൾ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. യെസ്, 50 ഇരട്ട സംഖ്യകളുടെ ആവറേജ്, 2 മുതൽ തുടങ്ങുന്ന 50 ഇരട്ട സംഖ്യകളുടെ ആവറേജ് സമം 50 + 1 51 ആയിരിക്കും ആൻസർ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ 100 ഇരട്ട സംഖ്യകളുടേതാണെങ്കിൽ എന്താ വരിക? 2 മുതൽ തുടങ്ങുന്ന ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇരട്ട സംഖ്യകളിൽ 100 ഇരട്ട സംഖ്യകളുടേതാണ് വരുന്നതെങ്കിൽ എന്ത് വരും? 100 + 1 101 ആയിരിക്കും ആൻസർ ഉണ്ടാവുക. ഓക്കെ, അപ്പം 1000 ഇരട്ട സംഖ്യകൾ
ഇപ്പൊ സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങി 1000 ഇരട്ട സംഖ്യകളുടെ ആവറേജ് എന്താ വരിക? യെസ്, 1000 + 1 1001. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് പറയാ n ഇരട്ട സംഖ്യകളുടെ ആവറേജ് ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പേഴ്സ് ആയിരിക്കും എന്ത്? n+1 ആയിരിക്കും. എത്രയാണോ ഇരട്ട സംഖ്യകളുടെ എണ്ണം ഉള്ളത് അതിനോട് കൂടെ നമ്മൾ 1 കൂട്ടി കൊടുത്താൽ മതി. ഈസി ആണല്ലോ, ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇനി നമുക്ക് വേറൊരു ടൈപ്പാണ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്പർ? കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് പറയുക. എണ്ണൽ സംഖ്യയെ നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് പറയും. 1 + 2 + 3 + 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറാണ് ഈ നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു 50 നാച്ചുറൽ നമ്പർ 1 + 2 + 3 + etc. + 50 ഇതിന്റെ ആവറേജ് 50 വരെയുള്ള സംഖ്യകളുടെ ആവറേജ്, 1 മുതൽ തുടങ്ങി 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ആവറേജ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ 50നോട് കൂടെ 1 കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യണം? /2 പകുതിയാക്കണം. എന്നിട്ട് 50നോട് കൂടെ 1 കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 51/2. 51ന്റെ പകുതി എന്താ? 25.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 50 വരെയുള്ള നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യകളുടെ ആവറേജ് ചോദിച്ചാൽ 25.5. ഇനി 100 വരെയുള്ളത് ചോദിച്ചാലോ? 1 മുതൽ തുടങ്ങി 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ആവറേജ് ചോദിച്ചാലോ? യെസ്, 100 + 1/2. 100 കൂടി എത്ര കിട്ടി? 101. 101ന്റെ പകുതി എത്രയാ? യെസ്, 101/2 = 50.5. 50 കിട്ടും. ഓക്കെ, ആവറേജ്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എങ്ങനെ പറയാ? n വരെയുള്ള 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ആവറേജ് കണ്ടുപിടിക്കാൻ n+1/2. ഓക്കെ, അപ്പൊ ഈ 3 ട്രിക്കുകളാണ്. നമുക്ക് എക്സാമ്പിളിൽ ഒന്നും ആലോചിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഒറ്റ സംഖ്യയാണെങ്കിൽ എത്രയാണോ പദങ്ങളുടെ എണ്ണം അത്രയുമായിരിക്കും അതിന്റെ ആവറേജ് ഉണ്ടാവുക. അപ്പോൾ 1 മുതൽ തുടങ്ങിയ 50 ഒറ്റ സംഖ്യകളുടെ ആവറേജ് കാണാൻ പറഞ്ഞാൽ 50 ആൻസർ. n ഒറ്റ സംഖ്യകളുടെ കാണാൻ പറഞ്ഞാൽ n ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് നമ്പർ 2 ആയിട്ട് പറയുന്നത് എന്താ? യെസ്, ഈവൻ നമ്പർ, ഇരട്ട സംഖ്യ വരുന്ന സമയത്തോ യെസ് എത്രയാണോ പദങ്ങളുടെ എണ്ണം അതിനോട് കൂടെ 1 കൂട്ടുക. 50 ആണെങ്കിൽ 50 + 1 51 ആയിരിക്കും. പിന്നെ ലാസ്റ്റ് വരുന്നത് ഏതാണ്? നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണൽ സംഖ്യ. അങ്ങനെ വരുന്നു, എത്രയാണോ സംഖ്യ വരുന്നത് അതിനോട് കൂടെ 1 കൂട്ടിയിട്ട് പകുതിയാക്കുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി നമ്മള് ഇത് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എണ്ണൽ സംഖ്യ എന്നൊക്കെ പറഞ്ഞു. ഒറ്റ സംഖ്യ ഇപ്പൊ 1 + 3 + 5 + 7 + 9 എത്ര ഒറ്റ സംഖ്യ ഉണ്ട്? 1 2 3 4 5 ഒറ്റ സംഖ്യ ഉണ്ട്. ഇതിന്റെ ആവറേജ് ശരിക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ 1 + 3 + 5 + 7 + 9 എന്നാണ് വരിക. ഓക്കെ, ഡിവൈഡഡ് ബൈ എത്ര പദങ്ങളുണ്ട്? 5 പദങ്ങളാണുള്ളത്. ഓക്കെ, അപ്പൊ 1 3 കൂട്ടിയാൽ 4, 4 5 കൂട്ടിയാൽ 9, 9 7 കൂട്ടിയാൽ 16, 16 9 കൂട്ടിയാണെങ്കിൽ 25. 25/5. 25നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? യെസ്, 5 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഒറ്റ സംഖ്യകൾ എത്രയാണോ പദങ്ങളുടെ എണ്ണുള്ളത് അത്രയും ആയിരിക്കും അതിന്റെ ആൻസർ. ഇവിടെ എത്ര പദമുണ്ട്? 1 2 3 4 5 5 പദങ്ങളുണ്ട്. എത്ര പദങ്ങളുടെ എണ്ണം അതല്ലേ നമ്മൾ ആവറേജ് പറഞ്ഞത്? യെസ്, 5 നമുക്ക് കിട്ടി. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്തു പോകേണ്ട ഒരു ആവശ്യവുമില്ല. പദങ്ങളുടെ എണ്ണം നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. അതുപോലെ നമുക്ക് ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ, പിന്നെ എണ്ണൽ സംഖ്യകളും കണ്ടുപിടിക്കാൻ കഴിയും. ഇനി ചില സമയത്ത് എക്സാമിന് വേറെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യനിൽ കൂടെ നമുക്ക് പരിചയപ്പെടാം. അതായത് ക്വസ്റ്റ്യൻ, ഇഫ് ദ ആവറേജ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ഇസ് 55, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ എന്ന് ചോദിച്ചാൽ 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് 55 എന്ന് പറഞ്ഞു. ഓക്കെ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ. ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നൊരു ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് സാധാരണ ഉണ്ടാവാറുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് നോക്കുക. മാത്സ് പഠിക്കാൻ ഷോർട്ട് ട്രിക്ക് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം പോരാ. ശരിക്കും മാത്സിന് 2 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. അതായത് ഫസ്റ്റ് നമ്മൾ ബേസിക് ഐഡിയകൾ എങ്ങനെയെങ്കിലും പഠിക്കണം. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേസിക് ഐഡിയ. നമ്പർ 2 പ്രാക്ടീസ്. ഇത് രണ്ടുണ്ടെങ്കിൽ മാത്സിന് നമുക്ക് ഈസി ആക്കി മാറ്റാൻ കഴിയണം, സാധിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്ത് വരുന്നു? 55 എന്ന് പറയുന്ന
ആവറേജ് തന്നിട്ടുണ്ട്. 5 നമ്പറിന്റെ ആവറേജ് ആണ് 55 തന്നത് എങ്കിൽ നമ്മോട് പറയുന്നു ഫസ്റ്റത്തെ നമ്പറും ലാസ്റ്റത്തെ നമ്പറും കൂട്ടുമ്പം എന്ത് കിട്ടുന്നു എന്നാ ചോദിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 55 ആണല്ലോ ആവറേജ്. ആവറേജ് എന്ന് പറയുന്നത് ശരാശരി 55 ആണ്. അപ്പോ 5 നമ്പർ ഉണ്ടെങ്കിൽ 2 നമ്പർ ഇപ്പുറത്തേക്ക് ഉണ്ടാവും, 2 നമ്പർ ഇപ്പുറത്തേക്ക് ഉണ്ടാവും. ഓക്കെ, 5 നമ്പർ ഉണ്ടാവുമ്പോൾ അപ്പൊ ഈ നടുവിലായിരിക്കും എന്തുണ്ടാവുക, 55 ഉണ്ടാവുക. അപ്പൊ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടേക്ക് 2 നമ്പർ കൊടുത്താൽ എന്ത് വരും, 57 കിട്ടും, 59 കിട്ടും. ഇവിടേക്ക് ഇങ്ങോട്ട് 2 നമ്പർ കുറച്ചാലോ 53 കിട്ടും, 51 കിട്ടുന്നത്. കാരണം ഒറ്റ സംഖ്യയാണല്ലോ വരുന്നത്. അപ്പൊ വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്നാ ചോദിച്ചത് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 51 പ്ലസ് 59, 51ഉം 59ഉം കൂട്ടുമ്പോ സമയം എന്ത് കിട്ടുന്നുണ്ട്, 51ഉം 59ഉം കൂട്ടിയാൽ 110 എന്ന് കിട്ടുന്നു. ദിസ് ഈസ് ദ ആൻസർ. ഇതായിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക. ഈ ഓപ്ഷൻ ആണ് നമ്മൾ ബബിൾ ചെയ്യേണ്ടത്. സോ 51 പ്ലസ് 51 എങ്ങനെ കിട്ടിയത്, ക്വസ്റ്റ്യൻ വൺസ് അഗൈൻ ഐ വിൽ റിപ്പീറ്റ്. ഇവിടെ 55 എന്ന് പറയുന്ന ആവറേജ് തന്നിട്ടുണ്ട്. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പറിന്റെ ആവറേജ് ആണ് തന്നത്. അപ്പൊ 5 നമ്പർ ആണ് തന്നത്. 5 നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് 2 ഉണ്ടാവും, ഇപ്പുറത്തേക്ക് 2 ഉണ്ടാവും. അപ്പൊ ഇവിടെ 55 ആണെങ്കിൽ 57 59 ആണ് തൊട്ടടുത്ത കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ആയി വരുന്നത്. ഈ 55 ആകുമ്പോൾ അതിലേക്ക് താഴേക്ക് വരുന്നത് 53ഉം 51ഉം ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. 51ഉം 59ഉം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 110. ചില സമയത്ത് എക്സാമിന് ഈ കൂട്ടുന്നതിന് പകരം ചിലപ്പോൾ പ്രൊഡക്റ്റ് ചോദിക്കും. എന്താണ് ഫസ്റ്റും ലാസ്റ്റും ഗുണിച്ചാൽ കിട്ടുന്നത്. അപ്പൊ നമ്മൾ 51ന് 59 കൊണ്ട് ഗുണിച്ചിട്ട് ചെയ്യണം. അപ്പോ ഏതാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോ സെക്കൻഡും തേർഡും തമ്മിലുള്ള സമയം ചോദിച്ചാലോ ഈ 53 57 കൂട്ടിയാൽ മതി. 53 57 കൂട്ടിയാൽ കറക്റ്റ് 110 തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഏതാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ ആവറേജിന്റെ കുറച്ച് ഷോർട്ട് ട്രിക്കുകൾ മാത്രമാണ് പറഞ്ഞത്. ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആവറേജ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. കമന്റ് ആണ് നമുക്ക് ആവശ്യം. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്.